അറ്റകുറ്റപ്പണികൾക്കായി 2 ദിവസത്തേക്ക് ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചതോടെ പ്രതിസന്ധിയിലായി യാത്രക്കാർ. ഗേറ്റ് അടച്ചിടുന്ന സാഹചര്യത്തിൽ ഇരുചക്രവാഹനങ്ങളും കാൽനടയാത്രക്കാരും കടന്നുപോകുന്ന റെയിൽവേ ഗേറ്റിന് സമീപത്തെ ഓവുപാലം ഉൾപ്പെടുന്ന പാത നവീകരണ പ്രവൃത്തികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. അറ്റകുറ്റപ്പണികൾക്കായി റെയിൽവേ ഗേറ്റ് അടച്ചതോടെ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആംബുലൻസ്, സ്വകാര്യ ബസ്സുകൾ, ഇരുചക്രവാഹനങ്ങൾ എന്നിവയൊക്കെ ബുദ്ധിമുട്ടി. ഒറ്റപ്പാലത്ത് നിന്നുള്ള സ്വകാര്യ ബസ്സുകൾ ലക്കിടി ഗേറ്റിലെത്തി മടങ്ങി. തിരുവില്ലാമലയിൽ നിന്നുള്ള സ്വകാര്യ ബസ്സുകളും ഗേറ്റിന് മറുഭാഗത്തു വന്ന് തിരിച്ചുപോയി. വിദൂരങ്ങളിൽ നിന്നും അറിയാതെ വന്ന് 100 കണക്കിന് വാഹനങ്ങൾ ഇവിടെ എത്തി മടങ്ങി. ഇരുചക്ര വാഹനങ്ങളാകട്ടെ സമീപത്തെ ഓവുപാലത്തിനിടയിലൂടെ സാഹസികമായാണ് കടന്നുപോയത്. ഇടയ്ക്കിടയ്ക്കുള്ള റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നത് വാഹനയാത്രക്കാരെയും സ്വകാര്യ ബസ്സുകളെയും പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട്. 2 മാസത്തിനിടെ 4 തവണയാണ് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടത്. യാത്രക്കാർ ബസ്സിറങ്ങി റെയിൽവേ പാത കടന്നു വേണം മറുഭാഗത്തെത്താൻ. റെയിൽവേ ഗേറ്റ് അടച്ചിട്ടാൽ സമീപത്തെ ദുർഘടം പിടിച്ച ഓവുപാലമാണ് ഇരുചക്ര വാഹനക്കാർക്ക് ഏക ആശ്രയം. ഈ പാത കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായതോടെയാണ് വാഹനയാത്രക്കാരും ഏറെ ദുരിതത്തിലായത്. താൽക്കാലികമായെങ്കിലും ഈ പാത സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിൽ ചെറിയ വാഹനങ്ങൾക്കെങ്കിലും കടന്നുപോകാമായിരുന്നു എന്ന ആവശ്യവും ഉയരുന്നുണ്ട്. 4 വട്ടം ഗേറ്റ് അടവും. അതിൻ്റെ ഇടയ്ക്ക് ഈ അടിയിൽ കൂടെ പോണേൽ ഈ കുറച്ച് ഭാഗം അവർ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കല്ല് മുട്ടിയാണ്. ഏതെങ്കിലും വയ്യാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കയറി വരുമ്പോൾ അപ്പോൾ ആൾക്കാർ വീണ വണ്ടിക്ക് കേട് ആൾക്കും കേട്. റെയിൽവേ മേൽപ്പാലത്തിനായി മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലം സർവേ നടത്തിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഈ ഗേറ്റ് ഈ മാസം 3ാമത്തെ പ്രാവശ്യമാണ് അടച്ചത്. അതായത് കഴിഞ്ഞ ആഴ്ച 5 ദിവസം, അതിന് മുമ്പ് 4 ദിവസം, ഇപ്പോൾ 2 ദിവസം. ജനങ്ങൾക്കും ബസ്സുകാർക്കും എല്ലാവർക്കും വലിയ പ്രശ്നം തന്നെയാണ്. നമുക്ക് അത്യാവശ്യമായിട്ടൊരു മേൽപ്പാലത്തിൻ്റെ അത്യാവശ്യമാണ്, അർജൻറ്റാണ്. അത് കാലങ്ങളായി ഇവിടെ ഇത് അളവ് കോലകൾ കഴിഞ്ഞു എന്ന് പറയുന്നതല്ലാതെ ഇതിന് യാതൊരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തന്നെ ഒന്ന് മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത്. സമീപത്തെ ഓവുപാത സഞ്ചാരയോഗ്യമാക്കി തരണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും പ്രധാന ആവശ്യം. ഇടക്കിടക്ക് നമ്മൾ അടച്ചിടുകയാണെങ്കിൽ കൂടി മറ്റേ റെയിൽവേ ട്രാക്കിൻ്റെ അടിയിൽ കൂടെ ഓവുപാലം പോകുന്നുണ്ട്. അത് 10-30 വർഷം മുമ്പേ തന്നെ, 35 വർഷം മുമ്പേ തന്നെ ഡെയിലി മണൽ ലോറികൾ 10-30 ലോറികൾ മണൽ കയറ്റിയിട്ട് വന്നിരുന്ന ഭാഗമാണ്. അന്നൊന്നും യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അത് ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ചെറുവണ്ടികൾക്കൊക്കെ അടിയെ പാസ് പോകുന്നേ ഉള്ളൂ. അതാണ് ആദ്യം അവർ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ എത്ര അടച്ചിട്ടാലും ഒരു കുഴപ്പമില്ല. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ വീണ്ടും അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഒരു അടച്ചിടല് മാത്രമേ ഉള്ളൂ. 2 മാസത്തിനിടയിൽ 4 തവണ. 2 മാസം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.